നമസ്കാരം, ഞാൻ ഉഷ. എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കോഴിക്കറിയും നെയ്ച്ചോറുമാണ്. അതിനായി 2 കിലോ ചിക്കൻ, 8 സവാള അരിഞ്ഞത്, കുറച്ച് ചുവന്നുള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക് 6 എണ്ണം, തക്കാളി 5 എണ്ണം, ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട. ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 2 ഏലക്ക, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് കുരുമുളക്. ഇത് കല്ലിൽ വെച്ച് നല്ലപോലെ അരച്ചെടുക്കണം. ഇത് കല്ലിൽ വെച്ച് അരച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അടുത്തതായി കഴുകി വെച്ചിരിക്കുന്ന കോഴിയിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അരച്ചു വെച്ചിരിക്കുന്ന മസാല, ഉപ്പ് ഇവ വൃത്തിയായി ഇറച്ചിയിൽ പുരട്ടി അരമണിക്കൂർ വയ്ക്കുക. ഇനിയും കറി വയ്ക്കാനായി പാത്രം ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, 3 ഏലക്ക, ഗ്രാമ്പൂ ഇത്രയും ഇടണം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, കൊച്ചുള്ളി, പച്ചമുളക് ഇവ ചേർത്ത് ഇളക്കി അടച്ചു വയ്ക്കുക. സവാള ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടി 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുക. അതിനുശേഷം കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുക. ഉള്ളി മൂത്തതിന് ശേഷം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പച്ചമണം മാറുന്നിടം വരെ ഇളക്കണം. അതിനുശേഷം 3 സ്പൂൺ മല്ലിപ്പൊടി, 2 വലിയ സ്പൂൺ മുളക് പൊടി ഇത് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 2 സ്പൂൺ ഗരം മസാല ചേർക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർക്കുക. ഇതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുക. അതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിക്കുക. കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഇറക്കി വയ്ക്കുക. ആദ്യം 3 സ്പൂൺ നെയ്യ് ഒഴിക്കുക. ചൂടായ നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ക്യാരറ്റ്, ഉള്ളി ഇവ വറുത്തെടുക്കാം. ഇനി അരി വെക്കുന്നതിനായി ഒരു പാത്രം അടുപ്പേ വയ്ക്കുക. അതിലേക്ക് 3 സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായതിന് ശേഷം ഏലക്ക, തക്കോലം, ഗ്രാമ്പൂ, പട്ട ഇത്രയും ഇട്ട് മൂപ്പിക്കുക. അതിലേക്ക് സവാള ഇട്ട് വാട്ടിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക.
സവാള വാടി കഴിയുമ്പോൾ അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് ഇളക്കുക. അതിലേക്ക് 6 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് 15 മിനിറ്റ് വേവിക്കുക. വെന്ത ചോറിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് ഇളക്കുക. നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മല്ലിയില, പുതിനയില ഇവ ചേർക്കാം.